ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് റവ ചമ്മന്തി പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു മലബാർ സ്പെഷ്യൽ റവ ചമ്മന്തി പുട്ടാണ് കേട്ടത്. അപ്പോൾ ഇത് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വറുത്ത റവയായാലും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഫൈനായിട്ടുള്ള റവ തന്നെയാണ്. അപ്പോൾ ഇതാ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെയിം കടായിൽ വെച്ചിട്ട് തന്നെയാണ് ഈ റവ നനച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതെന്നൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. ഒരു 6-7 മിനിറ്റൊക്കെ ആവി കയറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ റവയുടെ പശപ്പ് പോകാനും അതുപോലെ തന്നെ റവ നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു 5-6 എണ്ണം വേണം. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ അധികം വേണമെങ്കിൽ ഒരു 4 ചെറിയ ഉള്ളിയൊക്കെ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ നാളികേരമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കപ്പായാലും മതി. അതായത് എത്രയാണ് നമ്മൾ റവ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ പകുതി നാളികേരം ചേർത്താലും മതി. പക്ഷേ ഞാൻ പൊതുവെ പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ നാളികേരം ചേർക്കും. അത് ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ പുട്ടിന് കുറച്ച് കൂടുതൽ ടേസ്റ്റും ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അപ്പം നമ്മൾ റവയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് പോരാ, ഈ ചമ്മന്തിയിലും നമ്മൾ ഉപ്പ് ചേർക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചമ്മന്തിക്ക് ചേർക്കുന്ന ആ ഉപ്പ് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അരയ്ക്കാനൊന്നും പാടില്ല, ഒട്ടും അരയരുത്. ഇപ്പോൾ റവ നന്നായിട്ട് ആവി കയറ്റിയതിന് ശേഷം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് തണുക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി ആ കപ്പിൽ വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആകെ 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് 1 കപ്പ് റവയ്ക്ക് അതിൻ്റെ പകുതി വെള്ളമാണ് ആവശ്യം. 1/2 കപ്പ് വെള്ളം. ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിനി ചൂടാറാൻ ഒന്ന് വെക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഉലർന്നിരിക്കണം ഇതേപോലെ. ഇനി പുട്ടുണ്ടാക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മസാല കുറച്ചിടുക. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ആ റവ നനച്ച് വെച്ചത് ഒരു പിടി ഇതിൻ്റെ മീതെ ഒന്ന് വിതറുക. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് കാണിക്കുന്നത്. കാരണം അത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. നിങ്ങളിത് ആദ്യം അവസാനം മാത്രം ഇങ്ങനെ ഒരു കഷ്ണത്തിൻ്റെ 2 സൈഡിലും വരത്തക്ക വിധത്തിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നടുവിലും കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്, ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പിടി റവ നനച്ചത് അതിൻ്റെ മീതെ വയ്ക്കുക. എന്നിട്ട് അവസാനം കുറച്ചും കൂടി ആ ചമ്മന്തി മീതെ നിരത്തിയിട്ട് സ്റ്റീം ചെയ്യുക. അപ്പോൾ ഏറ്റവും മീതിയായിട്ടും ചമ്മന്തി വെച്ചു. അപ്പോൾ നിങ്ങൾ ആ നടുവിൽ ചമ്മന്തി വെക്കണത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 2 സൈഡിലും മാത്രം ചെയ്താൽ മതി. കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. വല്ലാതെ പ്രസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലാതെ കട്ടി പോലെയാവും. അങ്ങനെ ചെയ്യരുത്. മസാലയൊക്കെ ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുക്കറിന് നല്ല സ്റ്റീം വരുന്നുണ്ട്. സ്റ്റീം വന്നതിൻ്റെ ശേഷം മാത്രം വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കും. നന്നായിട്ട് ആവി വന്നതിൻ്റെ ശേഷം മാത്രമാണ്
ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ പുട്ടൊക്കെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടാത്തപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ മസാലയിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ഒരു 2 നുള്ളു ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്